നമസ്കാരം. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണ്, അവർക്ക് നിങ്ങളോട് എന്താണ് പറയാനുള്ളത് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് ഫീലിംഗ് എന്താണ് അവർക്ക് നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ളത് നോക്കാം. പോസിറ്റീവായിട്ടിരിക്കണം. നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുക, അവരുടെ മുഖം മനസ്സിലോർത്തുകൊണ്ടിരിക്കുക. ഓക്കെ, നോക്കാം എന്താണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോട് ഈ നിമിഷം പറയാനുള്ളത്. ജസ്റ്റിസ്, നിങ്ങളോട് നീതി കാണിച്ചിട്ടില്ല, ഞാൻ നിന്നോട് തെറ്റ് ചെയ്തു പോയി, അപ്പോൾ ഞാൻ നിന്നോട് നീതി കാണിച്ചിട്ടില്ല എന്ന് അവർക്ക് നിങ്ങളോട് പറയണമെന്നുണ്ട്. നിങ്ങളോട് നീതികേടാണ് കാണിച്ചത്, നിങ്ങൾ ഉപേക്ഷിച്ച് പോയത് കഷ്ടമായിപ്പോയി, നിങ്ങൾക്ക് നീതി ലഭ്യമാക്കിയില്ല എന്ന് നിങ്ങളോട് പറയണമെന്ന് നിങ്ങളുടെ പേഴ്സണ് ഉണ്ട്. അടുത്തത് ഹീറോഫെൻറ്റ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മേ ബി ജാതി വ്യത്യാസമോ മതവ്യത്യാസമോ സോഷ്യൽ സ്റ്റേറ്റസ് വ്യത്യാസമോ പ്രായ വ്യത്യാസമോ അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാകാം, അല്ലെങ്കിൽ എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പ് ആകാം. അപ്പോൾ ആ കാരണങ്ങൾ കൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത് എന്നാണ് അയാൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ കാർഡ് വന്നിട്ട് 4 ഓഫ് സോർഡ്സ് ആണ്. എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിവൃത്തിയില്ല, തൽക്കാലം റെസ്റ്റ് എടുക്കുക, റെസ്റ്റിംഗ് ടൈമാണ്, ഇപ്പോൾ ഒന്നും ചെയ്യാൻ നിർവാഹമില്ല, തൽക്കാലം കാത്തിരിക്കുക എന്ന് മാത്രമേ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാനുള്ളൂ. 4 ഓഫ് സോർഡ്സ് ആണ്. ദിസ് ഇസ് നോട്ട് ദ റൈറ്റ് ടൈം. ഇപ്പോൾ ഐ ഹാവ് ടു ടേക്ക് റെസ്റ്റ്, ഞാൻ പിന്നീട് ഒരു തീരുമാനം എടുക്കാം, ഇപ്പോൾ ഞാൻ തീരുമാനം എടുക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ പൂർണ്ണമായിട്ടും ഒരു സ്റ്റക്കായിട്ടുള്ളൊരു അവസ്ഥയിലായിരിക്കും. അടുത്തത് 9 ഓഫ് വാണ്ട്സ് ആണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാൻ ഭയമുള്ളതുപോലെയാണ് തോന്നുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അവരോടുള്ള ആറ്റിറ്റ്യൂഡ് കൊണ്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള ആർഗ്യുമെൻ്റ് കൊണ്ടായിരിക്കാം, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകൾ കാരണമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾക്ക് ചുറ്റുമുള്ള സാമൂഹികാവസ്ഥ കൊണ്ടായിരിക്കാം നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുടെ ബന്ധത്തിൽ തുടരാൻ ഭയമുണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, അവർ ചിലപ്പോൾ നിങ്ങളോട് ഇഷ്ടമുണ്ടായിരിക്കും, പക്ഷേ ഈ ഭയം മൂലമായിരിക്കാം ഒരുപക്ഷെ നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നത്. അടുത്ത കാർഡ് എംപ്രസിൻ്റെ എനർജിയാണ്. എന്തൊക്കെ പറഞ്ഞാലും നീ എൻ്റെ രാജകുമാരിയാണ്, വേലക്കാരിയാനാലും നീ എൻ മോഹവല്ലി എന്ന് പറഞ്ഞ പോലെയാണ്. എംപ്രസിൻ്റെ എനർജിയാണ്. നിങ്ങളോട് അവർക്ക് വളരെ സ്നേഹമാണ്, നിങ്ങൾ വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അവർ വളരെ ഹാപ്പി ആയിരുന്നു. നിങ്ങൾ എന്താഗ്രഹിച്ചാലും നേടാൻ കഴിയുന്നത്ര ഭാഗ്യവതിയാണ്, അത്ര മാനിഫെസ്റ്റേഷൻ പവറുള്ള ആളാണ്. നിങ്ങൾ വളരെ സുന്ദരി, ഒരു സുന്ദരനാണ്. നിങ്ങൾ വളരെ മോഡസ്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്നാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടാണ് നിങ്ങളെക്കുറിച്ച് വിചാരിക്കുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിട്ട് സ്റ്റാർ കാർഡാണ്. വളരെ പ്രതീക്ഷയോടുകൂടിയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ആലോചിക്കുന്നത്. നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ പറ്റും എന്നയാൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണുന്നത്. വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് സോർഡാണ്.